തിരുവോണം അടുത്തതോടെ കൊല്ലത്ത് പൂവിപണി സജീവമായി. പൂക്കൾക്ക് വില കൂടുതലുണ്ടെങ്കിലും ആഘോഷങ്ങൾക്കൊട്ടും കുറവില്ല. കൊല്ലത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം. പൂക്കളും പൂക്കളങ്ങളുമില്ലാതെ മലയാളിക്ക് എന്ത് ഓണാഘോഷം? തിരുവോണം അടുത്തതോടെ തന്നെ നമ്മുടെ ഓണവിപണി, പൂവിപണി വളരെ സജീവമായിരിക്കുകയാണ്. കല്യാണ സീസണും കൂടെ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ പൂവിൻ്റെ വിലകൾ ഇങ്ങനെ ഓരോ ദിവസവും കൂടിയും കുറഞ്ഞു വരികയാണ്. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണവും ഈ പൂവിൻ്റെ വിലയും വിപണിയും ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ പൂവിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇച്ചിരി വില കൂടി നിൽക്കുകയാണ്. വില കൂടി നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ വിനായകർത്തി ആയിരുന്നു. വിനായകർത്തി ആയതുകൊണ്ടാണ് നല്ല വില നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വിനായകർത്തി കഴിയുന്നതോടുകൂടി പൂവിൻ്റെ വില താപ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ജമന്തി അങ്ങനെയുള്ള പൂക്കൾക്കൊക്കെ എങ്ങനെയാണ്? എല്ലാം ഇന്നത്തെ വില പോയിരിക്കുന്നത് 1 കിലോയ്ക്ക് പോയിരിക്കുന്നത് 140 രൂപയാണ്. 140 രൂപ, ഓറഞ്ച് 140 രൂപ, മഞ്ഞ 150 രൂപ. അതുകണക്ക് തന്നെ പല പല ഐറ്റംസിനും പല പല വിലകളാണ്. എല്ലാ ദിവസങ്ങളും ഈ വില മാറിക്കൊണ്ടിരിക്കും. ഓഫീസുകളിലും അതുപോലെ തന്നെ ഈ ക്യാമ്പസുകളിലൊക്കെ ഓണം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഒരു നല്ല തിരക്കുണ്ടോ? അത് ഓണം ഈ പ്രാവശ്യം യഥാർത്ഥത്തിൽ കോളേജുകളിൽ വളരെ രീതിയിൽ അർത്ഥങ്ങൾ കുറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ അവരൊരു ബറ്റാലിയത്തിന് ഒരർത്ഥം എന്നുള്ള നിലയിലേക്ക്. അതുകൊണ്ട് പൂക്കടക്കാർക്കായാലും പിന്നെ കർഷകർക്കാണെങ്കിലും അതൊരു വലിയ തട്ടുകേട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പൂക്കൃഷി കർഷകരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ പൂ ശേഖരിക്കാറുണ്ടോ? നാട്ടിൽ യഥാർത്ഥത്തിൽ കർഷകർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം സുലഭമായിട്ട് 1-2 എണ്ണിക്കളയാവുന്നുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വരുന്ന ഒരു കാലമാണ്. അതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ? പ്ലാസ്റ്റിക് പൂവെന്ന് പറയുന്നത് നമുക്കിത് കൊറോണ സമയത്ത് വന്ന ഒരു സാധനമാണ് ഈ പ്ലാസ്റ്റിക് പൂവെന്ന്. ഇന്നിപ്പോൾ അത് കൊറോണ പോയിട്ട് പോലും പ്ലാസ്റ്റിക് പൂവിനൊരു കുറവും വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ പ്രതി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത പൂക്കൾക്ക് പകരം പ്ലാസ്റ്റിക് പൂക്കളുടെ ഒരു വലിയ കടന്നുകയറ്റം ഈ പൂവിപണിയൊക്കെ സജീവമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പൂവിൻ്റെ വിലയൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം ഭയങ്കര വിലയാണ്. പക്ഷെ ഇവിടെ വന്ന അഫോർഡബിൾ റേറ്റിനൊക്കെ കിട്ടും. അപ്പോൾ ഇപ്രാവശ്യം ഓണം എങ്ങനെയുണ്ട്? പൂവൊക്കെ സജീവമായിട്ടുണ്ടോ? കുഴപ്പമില്ല. പണ്ടത്തെ അത്ര പൂവിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുല്ലപ്പൂവിന് വില കൂടുതലാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ തുളസിയും കൂടി മിക്സ് ആക്കിയുള്ള കിട്ടി. വിദേശത്തും ഓണം ആഘോഷിക്കുന്ന ഒട്ടേറെ പേർ നാട്ടിൽ നിന്നും പൂക്കൾ തേടി എത്താറുണ്ട്. ഞങ്ങളിപ്പോൾ വെക്കേഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ നാളെ തിരിച്ചു പോവുകയാണ്. താമരമൊട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്കവിടെ ഒരു ഷോ നടക്കുന്നുണ്ട്. ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വേണേ ലാഭം അല്ലേ? അതെ, ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടാണ് അവൈലബിലിറ്റി. അവിടെ അവൈലബിൾ ആണ്, പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമോ. SN വനിതാ കോളേജ് കൊല്ലം ആണ്. അപ്പോൾ അങ്ങനെ കോളേജിലേക്കെല്ലാം ഇട്ടിട്ട് പൂവടിക്കേണ്ടി ഇറങ്ങിയതാണ്. സെലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? സെലക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാം കാര്യങ്ങളും ഉണ്ട്. ഡിസൈൻ വെച്ചിട്ടാണ് ഇടുന്നത്. ഏറ്റവും കൂടിയ വില ഈ സീസണിൽ എപ്പം വന്നത്? இந்த மாதம் வந்து 1800 ரூபா. നേരത്തെ ഡിസംബറിൽ 4000 ഒക്കെ അടുപ്പിച്ചു. 3800 രൂപ വന്നിട്ടുണ്ട്. ഈ ഓണസദ്യ പോലെ തന്നെ ഈ പൂക്കളെ ഒഴിവാക്കിക്കൊണ്ട് മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ഷിജുമോഹൻ CS നോടൊപ്പം ബി ശ്രീകുമാർ.